ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകെ രണ്ട് ഷോട്ട് ഓൺ ടാർഗറ്റുകൾ മാത്രമേ പോർച്ചുഗൽ മത്സരത്തിൽ അടിച്ചിട്ടുള്ളൂ. ആകെ 7 അറ്റംപ്റ്റുകളെ അവർ നടത്തിയിട്ടുള്ളൂ. അവർ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. സ്പെയിൻ ആണെങ്കിൽ 10-16 അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ്, രണ്ടുപേർക്കും 2 ഗോളുകൾ വീതമേ 120 മിനിറ്റ് ഫുട്ബോൾ കളിച്ചിട്ട് അടിക്കാൻ സാധിച്ചുള്ളൂ. അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കാണ് മത്സരം കടന്നു പോയിട്ടുണ്ടായിരുന്നത്. പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പെട്ടെന്നൊന്ന് കടന്നു കഴിഞ്ഞാൽ അതിൽ പോർച്ചുഗലിൻ്റെ പെനാൽറ്റികൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള പെനാൽറ്റികളായിരുന്നു. അവരുടെ കീപ്പർ സംഭവം ഡിയോഗോ കോസ്റ്റ ആ രീതിയിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലൊരു മാസ്റ്ററാണെന്നുള്ള കാര്യം ഓർക്കണം. നേരത്തെ തന്നെ പ്രൂവ് ചെയ്തുള്ളൊരു ചങ്ങയാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം വീണ്ടും ഹീറോ ആയി മാറിയിരിക്കുകയാണ്. മാത്രമല്ല പിന്നെ 82-ാമത്തെ മിനിറ്റിൽ ഇസ്കോയുടെ ഷോട്ടൊക്കെ അദ്ദേഹം സേവ് ചെയ്തൊക്കെയെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഫാന്റാസ്റ്റിക് സേവ് ആയിരുന്നു. ആ രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ടാണ് അദ്ദേഹം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഈവൻ ന്യൂനോ മെൻഡസിൻ്റെ ഒക്കെ പെനാൽറ്റി ഉണ്ടായിരുന്നല്ലോ. എൻ്റെ പൊന്നു, ന്യൂനോ മെൻഡസ് എങ്ങനെയാണ് ചങ്ങയുടെ പെർഫോമൻസിനെ വിലയിരുത്തുന്നുള്ള ഒരു പിടുത്തം എനിക്കില്ല. അമ്മാതിരി പെർഫോമൻസ്. അതോടൊപ്പം തന്നെ അവിടെ ആ ഒരു പെനാൽറ്റി ആഷ്ലി കോളൊക്കെ ബയൺ മ്യൂണിക്കെതിരെ അടിച്ചിട്ടുള്ള ഒരു പെനാൽറ്റി ഉണ്ടായിരുന്നു ചെൽസിക്ക് വേണ്ടിയിട്ട്. ആ രീതിയിലുള്ള പെനാൽറ്റിയാണ്. അത്രയും കോൺഫിഡൻസോട് കൂടിയാണ് ചങ്ങ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പെനാൽറ്റി വളരെ കമ്പോസ്ഡ് പെനാൽറ്റി ആയിരുന്നു. വിറ്റീനിയുടെ പെനാൽറ്റി ഫാന്റാസ്റ്റിക് ആയിരുന്നു. പിന്നെ ഫസ്റ്റ് പെനാൽറ്റി എടുക്കുന്നത് പോർച്ചുഗലിന് വേണ്ടി ഗോൺസാലോ റാമോസ് ആണ്. നല്ല പെനാൽറ്റി സ്ട്രെയിറ്റ് ആയിട്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. സ്പെയിനിന് വേണ്ടിയിട്ട് മോശമില്ലാത്ത പെനാൽറ്റികളാണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 3ാമത്തെ പെനാൽറ്റി എടുത്ത ഡിസ്കോയുടെ പെനാൽറ്റി എന്താ സംഭവിച്ചാൽ അത് കൃത്യമായിട്ടുള്ള ദിശയിലേക്ക് തന്നെയാണ് ഡിയോഗോസ് ചാടിയത്. എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് അദ്ദേഹം ചാടിയതാണ് എൻ്റെ ഓർമ്മ. അവിടെ ഇസ്കോയുടെ ഷോട്ട് കയ്യിൽ തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണ് ടെൻഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമാണ്. അടുത്തത് പിടിക്കുമോ എന്നുള്ള തരത്തിലുള്ള ഒരു ടെൻഷൻ. അടുത്തത് പിടിച്ചു. മാത്രമല്ല അടുത്ത് അടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് മൊറാട്ടയാണ് സബ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, ശരിയാണ്, മൊറാട്ട യൂറോക്ക് അടിച്ചുള്ള ചങ്ങയാണ്. പക്ഷേ മൊറാട്ട ആ ബോളുമായിട്ട് അവിടെ ആ പെനാൽറ്റി സ്പോട്ടിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ തന്നെ ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ തന്നെ എനിക്ക് അറിയാമായിരുന്നു ഇത് തീർന്നു എന്നുള്ളത്. മൊറാട്ട അവിടെ അടിക്കില്ല എന്നുള്ളത് എനിക്ക് ഏകദേശം ഉറപ്പുണ്ടായിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ കിക്ക് എടുക്കുന്നു, വളരെ പെട്ടെന്ന് തന്നെ സേവ് നടത്തുന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നു. ഒരു വിഷയമേ അല്ലാത്ത രീതിയിൽ കോസ്റ്റ് സംശയം കറക്റ്റ് അഗെയിൻ ആ ഒരു റൈറ്റ് സൈഡിലേക്ക് തന്നെയാണ് ചാടിയത്. മൊറാട്ടയുടെ എന്ത് പെനാൽറ്റിയാണത്, എത്ര വീക്ക് പെനാൽറ്റിയാണത്. താനൊരു ക്യാപ്റ്റൻ അല്ലടോ, ആ ഒരു അമ്പാൻ്റെയൊക്കെ ധരിച്ചിട്ടല്ലേ കളിക്കുന്നത്. ഒരു എന്തെങ്കിലും ഒരു ഇത് കാണിക്കണ്ടേ. അപ്പോൾ അവിടെ അത് വളരെ വീക്ക് പെനാൽറ്റി ആയിരുന്നു. റുബൻ നെവസാണ് ആ ഒരു ഇമ്പോർട്ടൻറ്റ് പെനാൽറ്റി പിന്നെ പോർച്ചുഗലിന് വേണ്ടി അടിച്ചത്. മനോഹരമായിട്ട് അദ്ദേഹം അത് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് പോർച്ചുഗൽ പെനാൽറ്റി ഷൂട്ടൗട്ട് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ് അവിടെ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഡഗോട്ടിലാണ്. ഡിയോഗോ ഡാലോ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ, വളരെ അടുത്ത ജഗയാണ് ഡാലോ. അപ്പോൾ ആ ഒരു പെനാൽറ്റി, മൊറാട്ടയുടെ പെനാൽറ്റി സേവ് ചെയ്തപ്പോൾ തന്നെ ഡിയോഗോ ഡാലോ ക്രിസ്ത്യാനോനെ നോക്കിയിട്ട് ഇങ്ങനെ നമ്മളടിക്കാൻ പോവുകയാണെന്നുള്ള രീതിയിലുള്ള സംഭവം ഇങ്ങനെ പറയുന്നുണ്ട്. മാത്രമല്ല ചില പെനാൽറ്റികളൊന്നും ക്രിസ്ത്യാനോക്ക് കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത്രയും ആങ്ഷ്യസ് ആയിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നുണ്ടായിരുന്നത്. അത്രയും ടെൻസ്ഡായാണ് ചങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നത്. അത് കണ്ടു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ അതടിച്ചപ്പോൾ ആ വന്ന കണ്ണീർ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത രീതിയിലുള്ളൊരു ആനന്ദ കണ്ണീരാണ്, വലിയ ആശ്വാസത്തിൻ്റെ കണ്ണീരാണ്. അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു നിമിഷമാണ്. 40ാമത്തെ വയസ്സിൽ മറ്റൊരു ട്രോഫി പോർച്ചുഗൽ കുപ്പായത്തിലടിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. ശരിയാണ്, ഇത് നാഷൻസ് ലീഗ് മാത്രമാണ്. അതായത് ഒരു യൂറോയോ വേൾഡ് കപ്പോ പോലത്തെ ഒരു കിരീടമല്ല. മാത്രമല്ല ആ ഒരു പിന്നെ ഫ്രണ്ട്ലികളെ മാറ്റി കൊണ്ടുവന്നിട്ടുള്ള ഒരു ടൂർണമെൻറ്റാണ്. ശരിയാണ്, പക്ഷേ സ്റ്റിൽ ഒരു കപ്പടിക്കാനുള്ള അവസരമായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ കണ്ണുനീരിനെ കളിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി മത്സരത്തിൻ്റെ ഗതി മാറ്റിമറിച്ച കോച്ചുമാരെ കുറിച്ച് സംസാരിക്കണ്ടേ. ബോബി മാർട്ടിനസിനെ ഒരുപാട് കളിയാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോഴും അഗെയിൻ നാഷണൽസ് ലീഗ് ടൈറ്റിൽ അവർ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവർക്ക് വേൾഡ് കപ്പ് ഒക്കെ അടിക്കണമെങ്കിൽ ബോബി മാർട്ടിനസിനെ കൊണ്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടിട്ട് സംഭവമാണ്. കാരണം അത്രയും ടാലൻ്റ് ഉണ്ട് ബോബിയെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള, ഈവൻ ബെഞ്ചിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സിനെ തന്നെ നോക്കി. ഇനി ആ സ്ക്വാഡിലേക്ക് എടുക്കാത്ത എത്ര പ്ലേയേഴ്സ് ഉണ്ട്. അത്തരത്തിൽ സ്റ്റാക്റ്റാണ് ക്വാളിറ്റി വൈസ് ഈ പോർച്ചുഗീസ് സൈഡ് എന്നുള്ള കാര്യം നോക്കണം. അപ്പോൾ അവർ ഈ മത്സരം ജയിച്ചത് എന്തോ അണ്ടർഡോഗ് സ്റ്റോറി എന്ന രീതിയിലൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. സ്പെയിൻ നല്ല ഫോമിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. സ്പെയിൻ യൂറോ ചാമ്പ്യന്മാരാണ്. പക്ഷേ പോർച്ചുഗീസ് സ്ക്വാഡ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഈവൻ സ്പാനിഷ് സ്ക്വാഡ് സ്ട്രെങ്ത്തിനേക്കാൾ മികച്ചതാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടെ എങ്ങനെ ഈ സ്ക്വാഡിനെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്. അവിടെ ഏറ്റവും വലിയ പാളിച്ച പറ്റിയിട്ടുള്ളത് നമ്മുടെ ചങ്ങായിക്ക് ആർക്ക്, ഡെലഫിൻ്റെ ഫ്രാൻസിനെതിരെ നടത്തിയ അതേ മിസ്റ്റേക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഫ്രാൻസിനെതിരെ നടത്തിയപ്പോൾ 5-1 നിൽക്കുമ്പോൾ നടത്തിയിട്ടുള്ള ആ ഒരു സബ്ബുകളുണ്ടല്ലോ, പെഡ്രിയൊക്കെ പിൻവലിച്ചിട്ടുള്ള സംഭവം, നീക്കോയെ പിൻവലിച്ചിട്ടുള്ള സംഭവം, ആ രീതിയിൽ പിന്നെ ആ മത്സരം 5-4 എന്നുള്ള സ്കോർ ലൈനാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അതേ രീതിയിലുള്ള മിസ്റ്റേക്ക് വീണ്ടും വരുത്തുന്നു.
2-2 നിൽക്കുമ്പോൾ 75ാമത്തെ മിനിറ്റിൽ പെഡ്രിയെ പിൻവലിക്കാനെടുത്തുള്ള ഒരു തീരുമാനം, ഫാബിയൻ റൂയിസിനെ പിൻവലിക്കാനെടുത്തുള്ള തീരുമാനം, അത് രണ്ടും പാളിപ്പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ തന്നെ എന്താണ് ഈ ഫാബിയൻ റൂയിസിന് യെല്ലോ കാർഡിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം വളരെ സേഫായിട്ട് കളിക്കുന്ന തരത്തിലുള്ള ചങ്ങയാണ്. അദ്ദേഹത്തിന് ആ യെല്ലോ കാർഡ് കിട്ടാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ തന്നെ ലെമീൻ യമാൽ പൊസഷൻ നഷ്ടപ്പെടുത്തിയുള്ള സാഹചര്യത്തിലാണ് ആ ഒരു കൗണ്ടർ അറ്റാക്ക് തടയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു സിനിക്കൽ ഫൗൾ നടത്തിയത്. അങ്ങനെയാണ് ചങ്ങായിക്ക് യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ലെമീൻ യമാൽ ആ രീതിയിൽ പൊസഷൻ കുറേ തവണ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വളരെ പാസീവായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഒട്ടും ബ്രേവറി കാഴ്ചവെക്കാത്ത രീതിയിലാണ് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ന്യൂനോ മെൻഡസ് പൂട്ടി, പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള ഒരു ട്രൈ പോലും നമ്മൾ കണ്ടിരുന്നില്ല എന്നാണ്. അപ്പോൾ ഒരു സ്റ്റിങ്കർ ഓഫ് എ പെർഫോമൻസ് ആണ് ലെമീൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത്. വളരെ മോശം പെർഫോമൻസ്. ടേക്ക് ഓൺ നടത്താൻ എന്തോ പേടി പോലെ വളരെ സേഫായിട്ട് സൈഡിലേക്കും ബാക്കിലേക്കൊക്കെ പാസ് കൊടുക്കുകയാണ് ബോൾ കിട്ടുമ്പോൾ. അങ്ങനെയുള്ളൊരു ലെമീനല്ല നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഏതൊരു സിറ്റുവേഷനിലും ക്ലാസിക്കോകളിലും ബിഗ് ചാമ്പ്യൻസ് ലീഗ് രാത്രികളിലും ഒക്കെ ടേക്ക് ഓണുകൾ നടത്തുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ടേക്ക് ഓൺ അറ്റംപ്റ്റ് നടത്തുന്ന ലെമീനെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് ന്യൂനോ മെൻഡസിനെ കണ്ടപ്പോഴും അവിടെ ഡബിളപ്പും ട്രിപ്പിളപ്പും ഒക്കെ ചെയ്യാനുള്ള ശ്രമം കണ്ടപ്പോൾ അദ്ദേഹം പിന്നെ ഒരു തരത്തിലും ടേക്ക് ഓൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഈ മിങ്കേസിയ റൈറ്റ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്ത് കൂടിയിട്ട് ലെമീൻ യമാലിനെ ന്യൂനോ മെൻഡസിന് പോക്കറ്റിലാക്കാൻ കൂടുതൽ എളുപ്പമായെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം വെച്ചാൽ ഒരു തരത്തിലുള്ള അറ്റാക്കിങ് ഹെൽപ്പും ചങ്ങായി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല പൊസഷനൊക്കെ മിങ്കേസിയെ നഷ്ടപ്പെടുന്ന സിനാരിയോകളുണ്ടായിരുന്നു. പിന്നെ ലെമീനൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു തരമാന സംഭവമാകുന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു സംശയമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു സെറ്റ് ബാക്കാണ്. ഇതൊക്കെ കരിയറിൽ തുടക്കത്തിൽ തന്നെ നേരിടുന്നത് നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പെഡ്രിയും ഫാബിയൻ റൂയിസിനെ ഒരുമിച്ച് പിൻവലിച്ചത് മണ്ടത്തരമായി എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ആ ഒരു കൺട്രോൾ നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. സുവെൻഡി മികച്ച രീതിയിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സുവെൻഡിയാണ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പെഡ്രി നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമായിരുന്നു. പെഡ്രി ഈവൻ അറ്റാക്കിംഗ് വൈസ് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ അസിസ്റ്റ് വാസ് ഫാൻറ്റാസ്റ്റിക്. മാത്രമല്ല അദ്ദേഹത്തിന് 1-2 ഗോളുകളും അടിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ആ രീതിയിൽ പെഡ്രി ഇമ്പാക്റ്റ് പെഡ്രിയെ ഫർദർ ഓഫ് ദ പിച്ച് കളിപ്പിക്കുന്ന പകരം വേണമെങ്കിൽ താഴോട്ടിറക്കി കളിപ്പിക്കാമായിരുന്നു, ചേഞ്ച് വരുത്തണമെങ്കിൽ തന്നെ. പെഡ്രി 75 മിനിറ്റ് കളിച്ചിട്ട് ഒരൊറ്റ പാസ് പോലും മിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം 65 ടച്ചസ് എടുത്തിട്ടുണ്ടായിരുന്നു. 100% പാസ് കംപ്ലീറ്റഡ്, 100% ഡ്രിബിൾ കംപ്ലീറ്റഡ്, ഒരൊറ്റ ഡ്രിബിളേ നടത്തിയിട്ടുള്ളൂ. 100% ഗ്രൗണ്ട് ഡ്യൂലുകൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 5 തവണ പൊസിഷൻ വിൻ ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 7 പാസുകൾ ഫൈനൽ തേർഡിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. 4 കീ പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന് 1-2 ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഭയങ്കര ഇൻഫ്ലുവൻഷ്യലായിട്ട് കളിക്കുന്ന ഒരു ചെങ്ങാനെ പിൻവലിക്കുകയാണ്. ടയർഡായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ടാക്ടിക്കൽ ഡിസിഷൻ ആയിരുന്നു. ഒരു ഒലക്കമ്മല ടാക്ടിക്കൽ ഡിസിഷനാണ് അവിടെ ഡെലഫിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ മണ്ടത്തിലാണ് ചെങ്ങായി ചെയ്തിട്ടുണ്ടായിരുന്നത്. പെഡ്രിയെ പിൻവലിച്ചു കഴിഞ്ഞാൽ അത് പണി വാളുന്നുള്ളൂ. ഓൾറെഡി ഫ്രാൻസിനെതിരെ തെളിഞ്ഞിട്ടൊരു സംഭവമല്ലേ. വീണ്ടും അത് തന്നെ ചെയ്യുന്നു. മിക്കൽ മെറീനോയും ഫാബിയൻ റൂയിസിനെയും കൊണ്ടുവരുന്നു. ഇസ്കോയും കൊണ്ടുവരുന്നു. ഇസ്കോക്ക് ഗൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്റ്റിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഡെലഫിൻ്റെ ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നിരിക്കണം. അതേപോലെ തന്നെ പിന്നീട് അദ്ദേഹം 92ാമത്തെ മിനിറ്റിൽ വരുത്തിയിട്ടുള്ള ചേഞ്ചസ്, മിങ്കേസയെ പിൻവലിക്കാൻ കുറേ വൈകിപ്പോയി. അത് വേറെ കാര്യം. എന്തിനാണ് ചെങ്ങനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചെന്നുള്ള ഒരു പിടുത്തമില്ല. ചെങ്ങായി ലാലിഗൊന്നും കാണാറില്ല എന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും പെഡ്രോ പോറോ ഡിഫെൻസീവ്ലി കുറച്ച് പ്രശ്നക്കാരനാണെങ്കിൽ പോലും മിങ്കേസ് എന്ത് തേങ്ങ ചെയ്ത്. പെഡ്രോ പോറോ പിന്നെ വളരെ ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നീക്കോ വില്യംസിനെയും പിൻവലിച്ചു. നീക്കോ വില്യംസാണ് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ പോർച്ചുഗീസ് ഡിഫൻസിനെ സ്ട്രെച്ച് ചെയ്യുന്നുണ്ടായിരുന്നത്. ബെറ്റർ വിങ്ങറായിട്ട് മത്സരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നീക്കോ വില്യംസാണ്. റാഫലിയോ വരുന്നത് വരെ ആ മത്സരത്തിൽ തന്നെ ബെറ്റർ വിങ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു നീക്കോ ആണ്. പക്ഷേ ആ നീക്കോനെയും പിൻവലിക്കുന്നു. ടയേർഡായി എന്നുള്ളതൊക്കെ വേണമെങ്കിൽ വാദം ഉന്നയിക്കാം. പക്ഷേ സ്റ്റിൽ നീക്കോ ഒക്കെ ആ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ അല്ലേ, ആളെ പിൻവലിക്കുന്നു. ഒരു സ്ട്രേഞ്ച് ഡിസിഷൻ ആയിരുന്നു. കാരണം പിന്നെ ബയനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ബെഞ്ചിൽ വേറെ ഡാനി ഓൾമോ, അതേപോലെ തന്നെ ഫെർമിൻ ലോപ്പസ്, ഇവരൊക്കെ ഗോളുകൾ കണ്ടെത്താൻ പറ്റുന്ന തരത്തിൽ പാസ് ചോദിച്ച് മേടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. ഇപ്പോൾ ഡാനി ഓൾമൊക്കെ. ഫെർമിൻ ലോപ്പസ് ബോക്സിൽ ക്രാഷ് ചെയ്തിട്ട് അതിൻ്റെ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി, ഇതൊക്കെ നമ്മൾ ഈ സീസണിൽ ത്രൂഔട്ട് കണ്ടുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്ലേയേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ ബയന ഗുഡ് ഫുട്ബോളറാണ്, പക്ഷേ ആ ലെഫ്റ്റ് സൈഡിൽ എന്ത് ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ രീതിയിലുള്ള കുറേ ബാഫ്ലിംഗ് ഡിസിഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലമീൻ യമാലിനെയും പിൻവലിച്ചു. പിന്നെ എർമി പീനോയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫാസ്റ്റ് ആയിട്ടുള്ളൊരു വിങ്ങറിനെ കൊണ്ടുവരണം എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു. അതിനാണ് എർമി പീനോയെ കൊണ്ടുവന്നത്. ലമീൻ യമാലിന് കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു സ്റ്റിങ്കറായിരുന്നു. ഒരു അറ്റംപ്റ്റൊക്കെ നടത്തി നോക്കി അദ്ദേഹം ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന്. പക്ഷേ സ്റ്റിൽ ലമീനെയൊക്കെ കീപ്പ് ചെയ്യണ്ടേ? എനിക്കറിയില്ല. ഓക്കെ, ലെമീനെ പിന്നെയും പിൻവലിച്ചത് അവസാനത്തെ 15 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കും വേണം. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള സബ്ബുകളൊക്കെ വളരെ സബ്പാർ സബ്ബുകളായിരുന്നു, വളരെ മോശം സബ്ബുകളായിരുന്നു. അത് മൊത്തത്തിൽ സ്പെയിനിൻ്റെ സാധ്യതകളെ കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കി. അതാണ് സംഭവിച്ചത്.
നേരെ മറിച്ച് ബോബി മാർട്ടിൻസ് വരുത്തിയുള്ള ചേഞ്ചസുകളോ, ബോബി മാർട്ടിൻസിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവൻ പ്രശ്നമായിരുന്നു. ജോ നെവസിനെ തന്നെ റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു. അതോടിട്ട് എന്താണ്, ഫസ്റ്റ് ഹാഫിൽ ഒരു കൺട്രോളും പോർച്ചുഗൽ ഉണ്ടായിരുന്നില്ല. അവർ മിഡ് ബ്ലോക്കിൽ നിന്നിട്ട് ഡിഫെൻഡ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ എന്നാൽ പോലും മിഡ് ബ്ലോക്കിൽ ഇരിക്കുമ്പോൾ കുറച്ചൊക്കെ പ്രസ് ചെയ്യുന്നത് നല്ലതാണ്. ആ രീതിയിൽ അവർ പ്രസ്സൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. സ്പെയിൻ ആയിരുന്നു ഫുൾ കൺട്രോൾ എടുക്കുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ ഹൗസൻ ഡിഫൻഡറൊക്കെ എമ്മാതിരി ഡയഗണൽ ബോളുകളാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു ചീറ്റ് കോഡാണ് ഡിഫൻസിൽ നിന്ന്, പാസിംഗ് വൈസ് ഒരു രക്ഷയില്ല. അദ്ദേഹത്തിൻ്റെ ഡിഫെൻഡിങ് പരിപാടികൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആകേണ്ടതായിരുന്നു. പക്ഷേ റയൽ മാഡ്രിഡിന് ഒരു ജെമ്മിനെയാണ് കിട്ടിയിട്ടുള്ളത്, ഒരു ജെമ്മിനെ തന്നെ. ഞാൻ ബോൺമത്തിൽ അതിൻ്റെ ഒരുപാട് കളികൾ കണ്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെഫ്റ്റ് ചാനലിലേക്കുള്ള ഡയഗണൽ ബോളുകൾ, അതിൽ നീക്കോ വില്യംസ് അതിലേക്ക് എത്തുന്നു. ആ രീതിയിലൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. നീക്കോ വില്യംസിൻ്റെ ഫസ്റ്റ് ടച്ച് വാസ് ഫാന്റാസ്റ്റിക്. ഇതിന് ശേഷം അതിൻ്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അദ്ദേഹം കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു. പെഡ്രി ഔട്ട്സൈഡ് ദ ബോക്സ് നല്ലൊരു അറ്റംപ്റ്റ് നടത്തി. പക്ഷേ അവിടെ ബെറ്റർ ആയിട്ട് അറ്റ്ലീസ്റ്റ് ടാർഗറ്റിൽ കടിക്കണമായിരുന്നു പെഡ്രി. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത് സ്പെയിനെ സംബന്ധിച്ചോളം. അതേപോലെ തന്നെ ഹൗസിൻ്റെ വേറെയും ഡയഗണൽ ബോളുകൾ, നല്ല പാസുകൾ, ലൈൻ ബ്രേക്കിംഗ് പാസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഫാബിയൻ റൂയിസിൻ്റെ ഫാന്റാസ്റ്റിക് പാസിങ്ങും പരിപാടി നമ്മൾ കാണുന്നു. സുബിമെൻഡി ബ്യൂട്ടിഫുള്ളായിട്ട് ഇൻവോൾവ് ചെയ്യുന്നു. ഒയർസബാല ഫോൾസ് നൈൻ റോൾ താഴോട്ട് ഇറങ്ങി വന്നിട്ട് കളിക്കുന്നു. അദ്ദേഹം ആ ഒരു ഹാഫിലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ പോർച്ചുഗീസ് ഡിഫൻസിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം ആൾ വളരെ സിൽക്കി ആയിട്ട് നീറ്റ് ടച്ചസും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. വളരെ അണ്ടർ റേറ്റഡ് ആയ ഫുട്ബോളറാണ്. ഈ പിന്നെ സ്പെയിനിന് വേണ്ടിയിട്ട് ഇപ്പോൾ 16 ഗോളുകളെങ്ങാനും ചെങ്ങനെ അടിച്ചിട്ടുണ്ട്. അതിൽ തന്നെ യൂറോയുടെ ഫൈനലിൽ ഗോൾ അടിച്ചിട്ടുണ്ട്. ഈ പിന്നെ നാഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ ചെങ്ങനെ ഗോൾ അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്വാർട്ടർ ഫൈനലിൽ ചെങ്ങനെ ഗോൾ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫൈനലിലും ഗോൾ അടിച്ചു. അദ്ദേഹത്തിൻ്റെ ഗോളിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ നീക്കോ വില്യംസ് നല്ല ത്രെട്ടും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. കട്ടൻ സൈഡ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു കേളർ സാധനമൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ബാറിന് മുകളിലൂടെ പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ആദ്യത്തെ ഗോൾ സ്പെയിൻ അടിക്കുന്നത്? ആദ്യത്തെ ഗോൾ സ്പെയിൻ അടിക്കുന്നത് ഈ പറഞ്ഞ പോലെ ജോ നെവസ് ആ റൈറ്റ് ബാക്ക് എന്നുള്ള രീതിയിൽ ശരിക്കും ഇടങ്ങറായിക്കൊണ്ടിരിക്കുകയാണ്. മിഡ്ഫീൽഡിൽ ബ്രൂണോ ഫെർണാണ്ടസും ബെർണാർഡോ സിൽവയും ഒരുമിച്ച് അങ്ങോട്ട് വർക്കാകുന്നില്ല. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. എന്തുകൊണ്ട് ബോബി മാർട്ടിൻസിനെ അറിയില്ല എന്നുള്ളത് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ മിഡ്ഫീൽഡിൽ യാതൊരു ഇതുമില്ല. വിറ്റീനിയ ഉണ്ട്, പക്ഷേ വിറ്റീനിയ ഇൻവിൻസിബിൾ ആണ് ഫസ്റ്റ് ഹാഫിൽ. കാരണം എന്ന് വെച്ചാൽ വിറ്റീനയ്ക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബ്രൂണോ ആണെങ്കിലും ബെർണാർഡോ ആണെങ്കിലും ഇവർ ഒരുമിച്ച് കളിക്കുമ്പോൾ അങ്ങോട്ട് വർക്ക് ആകുന്നില്ല. ബെർണാർഡോയൊക്കെ സംബന്ധിച്ചോളം വളരെ മോശം മത്സരമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ പ്രദർശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇമ്പ്രൂവ് ആയിട്ടാണ് സെക്കൻഡ് ഹാഫിൽ. അതിലേക്ക് നമുക്ക് വരാം. അത് ബോബി മാർട്ടിൻസിൻ്റെ ചേഞ്ചസിലാണ് ആ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആയത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഗോൾ വരുന്നത് എങ്ങനെയാണ്? അതിൽ ഈ ഒയർസബാലിൻ്റെ ആ ഒരു ഫോൾസ് നൈൻ റോളിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ആ ഹാഫ് ലൈൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു. പിന്നെ ഡിഫൻസിൽ നിന്ന് പാസ് റിസീവ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാക്ക് ഹീൽ വാസ് ബ്യൂട്ടിഫുൾ. ഇനാസിയോണ് കാര്യം വന്നിട്ടുണ്ടായിരുന്നു. ഇനാസിയോ ഓൾറെഡി യെല്ലോ കാർഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു എൽബോ അറ്റംപ്റ്റ് ഒക്കെ നടത്തിയിട്ട്. ആ രീതിയിൽ ഇനാസിയോ കുറച്ച് പ്രശ്നക്കാരനാണ്. അപ്പോൾ അവിടെ ആ ബാക്ക് ഹീൽ ഇനാസിയോ കംപ്ലീറ്റ്ലി കബളിപ്പിക്കപ്പെടുന്നു. സുബിമെൻഡി ആ ഹാഫിൽ നിന്ന് ബോളുമായിട്ട് മുമ്പോട്ടേക്ക് പോകുന്നു. എന്നിട്ട് റൈറ്റ് സൈഡിലെ ലെമീൻ കൊടുക്കുന്നു. ലെമീൻ്റെ ആ ഒരു ബോക്സിലേക്കുള്ള ക്രോസ് അത് കയോസ് സൃഷ്ടിക്കുന്നു. അവിടെ റുബൻ ഡിയാസ് എങ്ങനെയൊക്കെയോ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. നെവസ് അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നു. നോ രക്ഷ. അത് സുബിമെൻഡിയെ സംബന്ധിച്ചോളം ബോക്സിലേക്ക് അദ്ദേഹം അപ്പോഴേക്കും ഓടിയെത്തിയിട്ടുണ്ടായിരുന്നു. നീക്കോ വില്യംസ് അവിടെ ഉണ്ടായിരുന്നു. ഒടുവിൽ സുബിമെൻഡി അത് പിന്നെ ടാപ്പിൻ ഫിനിഷ് ചെയ്യുന്നതാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. അങ്ങനെ 1-0 ലീഡ്. പക്ഷേ ആ ലീഡ് ഒരു 3-4 മിനിറ്റേ നിന്നുള്ളൂ. കാരണം വെച്ചാൽ അവിടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ന്യൂനോ മെൻഡസ് കാഴ്ചവെക്കാണ്. പക്ഷേ അതിന് മുമ്പ് തന്നെ ആ ഗോൾ വന്നിട്ടുള്ള രീതി നമ്മൾ നോക്കണം. അതിൽ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസ് ഉണ്ട്. ആർക്ക് കൊടുത്തത്? ആ ഹാഫ് ലൈൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹം ആ ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുത്തിട്ടുണ്ടായിരുന്ന വിറ്റീനയ്ക്കാണ്. വിറ്റീന എന്നിട്ട് അത് ബെർണാർഡോ സിൽവ കൊടുക്കുന്നു. ബെർണാർഡോ സിൽവ അത് റിലീസ് ചെയ്തത് ചെറിയ ഡിഫ്ലക്ഷൻ ഉണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയൊക്കെയാണ്. അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഓഫ് സൈഡ് ആയിരുന്നു എന്നുള്ളതാണ് ഇനീഷ്യൽ പിന്നെ ചോദ്യം ഉണ്ടായിരുന്നത്. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ അവിടെ പൊസിഷൻ കൈകാര്യം ചെയ്യുന്നു. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്കാണ് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. 3 പേര് അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്യാൻ വരുന്നു. അപ്പോൾ അദ്ദേഹം അത് പെഡ്രോനെറ്റ് കൊടുക്കുകയാണ്. പെഡ്രോനെറ്റാണ് ലെഫ്റ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പെഡ്രോനെറ്റയും അവിടെ ഇങ്ങനെ നിന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആ ലെഫ്റ്റ് ഹാഫ് സ്പേസിലേക്കാണ് ന്യൂനോ മെൻഡസ് കയറി വന്നിട്ടുണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഏരിയ ആണ്. വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് പെഡ്രോനെറ്റാണ്. അപ്പോൾ ഇൻസൈഡിലേക്ക് നീങ്ങാലോ ലെഫ്റ്റ് ബാക്കിന്. ന്യൂനോ മെൻഡസ് ആ ബോൾ റിസീവ് ചെയ്യുന്നു പെഡ്രോനെറ്റ് അടുത്ത് നിന്ന്. മിങ്കേസ എന്ത് തേങ്ങയാണ് ചെയ്യുന്ന ഒരു പിടുത്തമില്ല. ഡിഫൻഡറാണ് അത്ര ഡിഫൻഡർ. അവിടെ ന്യൂനോ മെൻഡസ് ബോക്സിലേക്ക് അതുമായിട്ട് പോയിട്ട് ഒരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നു. വാവ് മാൻ, വാട്ട് എ ഷോട്ട് ഔട്ട് ഓഫ് നത്തിങ്. പോർച്ചുഗൽ ഒന്നും അതുവരെ ചെയ്തിട്ടില്ല. 4ാമത്തെ മിനിറ്റിലെങ്ങാനും ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് വന്നപ്പോൾ അതിൽ സ്പാനിഷ് പ്ലെയർ വീണ് പോയുള്ള സാഹചര്യത്തിൽ ജോ നെവസ് ഒരു ഷോട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ആ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അവിടെ ന്യൂനോ മെൻഡസ് കാഴ്ചവെക്കുന്നു. വാട്ട് എ ഗോൾ മാൻ, വാട്ട് എ സ്ട്രൈക്ക്. അങ്ങനെ മത്സരത്തിലേക്ക് പോർച്ചുഗൽ തിരിച്ചു വരുന്നു. പക്ഷേ അഗെയിൻ എന്താണ്, സ്പെയിൻ തന്നെയാണ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. അതിൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ 1-2 തവണ ലമീൻ യമാലിൻ്റെ അടുത്ത് ബോൾ പിൻ ചെയ്തു പോകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് പിക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അത് ഭയങ്കര രസമുള്ള സംഭവമായിരുന്നു. ലമീൻ യമാലാണെങ്കിൽ എന്താ പറയുക, പേടിച്ച് കളിക്കുന്നൊരു ലമീൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താണാവോ സംഭവിച്ചത്? ആ ഒക്കേഷൻ്റെ സംഭവം തലക്ക് പിടിച്ചോ? കാരണം അദ്ദേഹം പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഓറ കണ്ടിട്ട് ഇനി അദ്ദേഹത്തിൻ്റെ പിന്നെ കിളി പോയോ എനിക്കറിയില്ല എന്താണോ ഉണ്ടായതെന്നുള്ളത്. എന്തായാലും ഒരു സ്റ്റിങ്കറായിരുന്നു. ക്രിസ്ത്യാനോ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് താഴോട്ട് ഇറങ്ങി വന്നൊരു ബോൾ വിൻ ചെയ്യുന്ന സിനാരിയോ ഉണ്ടായിരുന്നു. വേറെയും അവസരങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഫസ്റ്റ് നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു.
ഒരവസരത്തിൽ ന്യൂനോ മെൻഡസിൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹം ബോൾ വിൻബാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ എന്താണ് കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ആ ഗോളിൽ ഫസ്റ്റ് ഗോൾ സ്പെയിൻ അടിച്ചതിൽ അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ ഇങ്ങനെ അല്ലല്ലോ നമ്മൾ ലമീനെ കണ്ടിട്ടുള്ളത്. പക്ഷേ അഗെയിൻ 17 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഇനിയും ഇമ്പ്രൂവ് ആകാനുണ്ട്. അത് സംഭവിക്കും, സംശയമില്ലാത്തൊരു കാര്യമാണ്. ഇത് നമുക്ക് ഒരുപാട് പാഠം അദ്ദേഹം പഠിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു ഫൈനൽ വിസിൽ മുഴുവതിന് മുമ്പേ തന്നെ സ്പെയിൻ വീണ്ടും ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ബെർണാർഡോ സിൽവ വളരെ വീക്കായിട്ടാണ് ആ ഒരു സിനാരിയോയിൽ ബോൾ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്തും ലെനോർമാൻ ബോൾ വിൻ ചെയ്യുന്നു, ഫൗളിന് വേണ്ടിയിട്ട് അദ്ദേഹം വീണെടുക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫൗളിന് വേണ്ടിയിട്ട് വാദം ഉന്നയിക്കുന്നു. ആ ഒരു സിനാരിയോയിൽ പെഡ്രിലേക്ക് ബോൾ എത്തുന്നു. പെഡ്രി അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് ഗ്ലൈഡ് ചെയ്ത് മുമ്പോട്ടേക്ക് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു തനതായിട്ടുള്ള ശൈലിയിൽ. അതിനുശേഷം എന്താണ് ഒരു ബ്യൂട്ടിഫുൾ ത്രൂ ബോൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യണം ഔട്ട് സൈഡ് ദ ആ ഒരു ബൂട്ട് കൊണ്ട്. അത് ബ്യൂട്ടിഫുൾ പാസ്സാണ്. അപ്പോൾ അതിലേക്കുള്ള ഒയർസബാലിൻ്റെ റണ്ണും വളരെ ടൈംലി റണ്ണ്, എക്സ്ക്വിസിറ്റ് റണ്ണ്, ഒപ്പം അദ്ദേഹത്തിൻ്റെ ഫിനിഷ് വളരെ ക്ലെവറായിട്ടുള്ള ഫിനിഷാണ്. അദ്ദേഹം ഒട്ടും ഫോഴ്സൊന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ അത് വലയിലേക്ക് ഗൈഡ് ചെയ്ത് വിട്ടു. കോസ്റ്റ് കൺട്രോൾ ഒന്നും ചെയ്യാനില്ല. അവിടെ ഓഫ് സൈഡ് ആണെന്നുള്ള വാദം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പോർച്ചുഗീസ് താരങ്ങൾ. പക്ഷേ അല്ല, കൃത്യമായിട്ടുള്ള ടൈമിങ്ങോട് കൂടിയുള്ള റണ്ണാണ് അവിടെ ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഒയർസബാൽ നടത്തിയത്. ഒപ്പം പെഡ്രിയുടെ ബോൾ വാസ് ബ്യൂട്ടിഫുൾ. ഡ്രൈവ് ചെയ്ത് വന്നതിന് ശേഷം അങ്ങനത്തെ അത്രയും മെഷേർഡായിട്ടുള്ള ആ ഒരു ബോൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രയും ക്വാളിറ്റിയുള്ള പ്ലെയർക്കേ സാധിക്കുള്ളൂ. ആ രീതിയിലൊരു ക്വാളിറ്റിയുള്ള പ്ലെയറാണ് പെഡ്രി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സ്പെയിൻ ലീഡ് എടുക്കുന്നു, 2-1 ആകുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിലെ കഥ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്പെയിനിൻ്റെ ഡോമിനൻസാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഡെലഫിയുടെ സിസ്റ്റം വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. ബോബി മാർട്ടിനസിൻ്റെ സെലക്ഷൻ പ്രശ്നമായിരുന്നു. റൈറ്റ് ബാക്ക് ഏരിയയിൽ അവർക്ക് പ്രശ്നമുണ്ടായിരുന്നു. മിഡ്ഫീൽഡിൽ പ്രശ്നമുണ്ടായിരുന്നു. അവർക്ക് കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ ആകെ ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഗോൾ, അതൊരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ആകെ 2 അറ്റംപ്റ്റുകൾ അവർ ഫസ്റ്റ് ഹാഫ് നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവർ പ്രാഗ്മാറ്റിക്കായാണ് കളിക്കുന്നുണ്ടായിരുന്നു, മിഡ് ബ്ലോക്കിൽ നിന്നിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഒരു തരത്തിലും ക്രിയേറ്റീവ് ആകാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ സ്പെയിൻ പിന്നീട് അവരുടെ വ്യത്യസ്തമായ സബ്ബുകളിലൂടെ അവരുടെ കുഴി തോണ്ടെന്നാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് നമുക്ക് വരാം. ഈവൻ CR7 സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു ഹാഫൊന്നും ആയിരുന്നില്ല. ചെങ്ങായിയുടെ അടുത്തും പൊസിഷൻ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. കാര്യമായിട്ട് ക്രോസുകളൊന്നും ബോക്സിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. വലിയ ഇതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇൻവോൾവ് ചെയ്യാനായിട്ട് താഴോട്ടൊക്കെ ഇറങ്ങി വരുന്നൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ആ ഒരു ഹാഫിൻ്റെ അടുത്തേക്കൊക്കെ. പക്ഷേ എന്താണ്, അദ്ദേഹത്തിന് പൊസിഷൻ കീപ്പ് ചെയ്യാനോ ഹോൾഡ് ചെയ്യാനോ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ആ ഒരൊറ്റ മൊമെൻറ്റിൽ അദ്ദേഹം എല്ലാം മാറ്റിമറിച്ചു. ഹാഫ് ടൈം ടീം ടോക്കൊക്കെ വേറെ ആയിട്ട് മാറണം. കാരണം 1-1 നിൽക്കുമ്പോൾ ടീം ടോക്ക് ആയിരിക്കില്ലല്ലോ 2-1 വരുമ്പോൾ. അപ്പോൾ എന്താണ് അവിടെ ഡെലഫിൻ്റെ പറഞ്ഞത്? കാരണം സെക്കൻഡ് ഹാഫിൽ സ്പെയിൻ തുടങ്ങി പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടാണ് അവരിങ്ങനെ പൊസിഷൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നമ്മൾ മുമ്പും കണ്ടതാണ് അവർക്ക് ലീഡൊന്നും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു സൈഡല്ല എന്നുള്ളത്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അവർ ലീഡ് പ്രൊട്ടക്ട് ചെയ്യാൻ അവർക്ക് സാധിക്കാത്തൊരു സിനാരിയോ നമ്മൾ കണ്ടത്. പക്ഷേ വളരെ സ്ലോ ആയിട്ട് സേഫായിട്ട് കളിക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗം നമ്മൾ കണ്ടത്. ഫാബിയൻ റൂയിസ് ഔട്ട് സൈഡ് ബോക്സിൽ ഒരു ഷോട്ടൊക്കെ അടിച്ച് നോക്കി, അത് കോസ്റ്റ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ കാര്യമായിട്ട് അറ്റംപ്റ്റുകളൊന്നും അവർ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതായത് എന്താണ്, ടേക്ക് ഓണുകളൊക്കെ നടത്താൻ ഒരു മടി പോലെ വെറുതെ ഡിഫൻസിൽ നിന്നൊക്കെ പാസ് ചെയ്യുക, എന്നിട്ട് പോർച്ചുഗലിനെ ടയർ ചെയ്യാന്നുള്ളൊരു പരിപാടി ആയിരുന്നിരിക്കണം. പോർച്ചുഗീസുകാരാണെങ്കിൽ കാര്യമായിട്ടുള്ള അറ്റാക്കിംഗ് പരിപാടികളൊന്നും അവരും ചെയ്യുന്നുണ്ടായിരുന്നില്ല. വേറൊരു മൊമെൻറ്റിൽ നമ്മൾ കണ്ടെന്ന് വെച്ചാൽ ലെമീൻ യമാൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ബോൾ നഷ്ടപ്പെടുന്നു. ന്യൂനോ മെൻഡസ് അദ്ദേഹത്തെ അനായാസമായിട്ട് മറികടന്ന് പോവുകയാണ്. എവിടെ? പോർച്ചുഗലിൻ്റെ ഏരിയയിൽ. പോർച്ചുഗലിലെ ലെഫ്റ്റ് ബാക്ക് സ്പെയിനിൻ്റെ വിങ്ങറിനെ അനായാസമായിട്ട് മറികടന്നിട്ട് അറ്റാക്ക് തുടങ്ങുന്ന ഒരു സിനാരിയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ആ രീതിയിൽ കോൺഫിഡൻസ് ഇങ്ങനെ ഊസ് ചെയ്യുകയാണ് ഈ ന്യൂനോ മെൻഡസിൻ്റെ ഗെയിമിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെന്താണെന്നറിയോ, ഈ സ്പാനിഷ് സൈഡിൽ ഈ ഒരു സിസ്റ്റത്തിൽ, ഡെലഫിൻ്റെ സിസ്റ്റത്തിൽ വിങ്ങർമാർ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ പണി പാടും. അത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ലെമീൻ യമാലിൻ്റെ ആ ഒരു ഏരിയയിലൂടെ കാര്യമായിട്ട് ത്രട്ട് വരാത്തതോട് കൂടിയിട്ട് പ്രശ്നങ്ങൾ അവർക്ക് സൃഷ്ടിക്കപ്പെട്ടു. അത് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടില്ല. കാരണം വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ നീക്കോ വില്യംസിൻ്റെ ഏരിയയിലൂടെ കാര്യമായിട്ടുള്ള ത്രട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, ലെമീൻ യമാൽ കുറച്ച് സേഫറായിട്ട് കളിക്കുമ്പോഴും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ആ ഒരു ഫസ്റ്റ് ഗോൾ അതിന് ഇൻവോൾവ്മെൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതലും നീക്കോ വില്യംസിലേക്കാണ് ബോൾ എത്തുന്നുണ്ടായിരുന്നത്. ജോ നെവസിനെ നീക്കോ വില്യംസ് ഇടങ്ങറാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ട ഒരു ഷിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ റൈറ്റ് ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു നീക്കോ വില്യംസിൻ്റെ ഏരിയയിൽ. അപ്പോൾ കുക്കുറയെ കുറേ കൂടി എന്താണ് വിട്ട് കുക്കുറയെ പ്രൊവൈഡ് ചെയ്യുകയും നീക്കോ വില്യംസ് കുറേ കൂടി ഇൻസൈഡ് കളിക്കുന്ന ഒരു സിനാരിയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അതൊക്കെ ടാക്ടിക്കൽ ചേഞ്ച് ആണ്. അതൊന്നും അത്ര കാര്യമായിട്ട് വർക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം വിട്ട് നീക്കോ വില്യംസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇമ്പാക്റ്റ് സ്പാനിഷ് സൈഡിൽ ഉണ്ടാവുക. മാത്രമല്ല 2 വിങ്ങർമാരും പിന്നെ ടേക്ക് ഓണുകളും കാര്യങ്ങളൊക്കെ നടത്തണം. എന്നാൽ മാത്രമേ ഈ സ്പാനിഷ് സൈഡിൽ ഗോളുകളും കാര്യങ്ങളും കൂടുതലും വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അപ്പുറത്താണെങ്കിൽ ലെമീൻ യമാലിന് കാര്യമായിട്ട് ടേക്ക് ഓണേ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ പിന്നെ വീണ്ടും കുറച്ചുകൂടി ഇൻസൈഡായിട്ട് നീക്കോ വില്യംസ് കളിക്കാൻ തുടങ്ങി. ടേക്ക് ഓണുകൾ കുറയുന്ന സിനാരി നമ്മൾ കാണുന്നു. അപ്പോൾ എന്തായാലും ഡെലഫിയൻറ്റയുടെ ടാക്ടിക്കൽ പരിപാടികളൊന്നും വർക്കായില്ല. നേരെ മറിച്ച് ഈ ബോബി മാർട്ടിനസ് നടത്തിയിട്ടുള്ള സബ്ബുകളാണെങ്കിലും ടാക്ടിക്കൽ സ്വിച്ച് ആണെങ്കിലും അതൊക്കെ വർക്കായി എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം ബെർണാർഡോ സിൽവ വിങ്ങിലേക്ക് മാറ്റിയതാണെങ്കിലും അതേപോലെ തന്നെ ആ മിഡ്ഫീൽഡിലേക്ക് റുബൻ നെവസിനെ വന്നതാണെങ്കിലും എല്ലാം വർക്കായിട്ടുണ്ട് ഒരു പരിധി വരെ. ശരിയാണ്, അവർ ചില സാഹചര്യങ്ങളൊക്കെ ഷേക്കി ആയിരുന്നു. പക്ഷേ അവർ ഹോൾഡ് ഓൺ ചെയ്തു. ആ ഒരു
ഹോൾഡ് ഓൺ ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഒന്നും പണ്ട് അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോർച്ചുഗൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബെൽജിയം ഗെയിം ചിലപ്പോൾ ഓർമ്മയിലൂടെ വന്നു പോയിട്ടുണ്ടാകും, ഫ്രാൻസ് ഗെയിം ഓർമ്മയിലൂടെ വന്നു പോയിട്ടുണ്ടാകും, മൊറോക്കോ ഗെയിം ഓർമ്മയിലൂടെ വന്നു പോയിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ അവരൊരു മെൻറ്റാലിറ്റി കാഴ്ചവെച്ചിട്ടുണ്ട്. ഈവൻ ഗ്രൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ആ ഒരു സംഭവം പോലും അവർ കാഴ്ചവെച്ചിട്ടുണ്ട്, ആ ഗ്രിറ്റ് കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു മെൻറ്റാലിറ്റി ഷിഫ്റ്റ് ആണെന്നുള്ളതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം. പക്ഷേ ഇതിനി ബിഗ്ഗസ്റ്റ് ഓഫ് ബിഗ് സ്റ്റേജിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് കണ്ടറിയേണ്ട സംഭവം തന്നെയാണ്. ഓക്കെ, അതിനിടെ നമുക്ക് വെയിറ്റ് ചെയ്യണം, വേറെ വഴിയൊന്നുമില്ല. ഒരു വർഷം കൂടിയുണ്ട്. ബോബി മാർട്ടിൻസിൻ്റെ ചേഞ്ചസിനെ കുറിച്ച് സംസാരിക്കേണ്ടേ, അതായിരുന്നല്ലോ നമ്മുടെ പ്രധാന ടോപ്പിക്ക്. ഫസ്റ്റ് ഹാഫിൽ കാര്യങ്ങൾ വർക്ക് ആകുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ ഒരു ഹാഫ് ടൈമിൽ തന്നെ ചേഞ്ച് വരുത്താൻ തീരുമാനിക്കും. ആ രീതിയിൽ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കൈയ്യട് കൊടുക്കണം. ജോവനഫ്സിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചത് ശരിയായിട്ടുള്ളൊരു തീരുമാനമല്ല റൈറ്റ് സൈഡിൽ, ഈ സ്പെയിൻ സൈഡിനെതിരെ. അപ്പോൾ അതുകൊണ്ട് അത് അദ്ദേഹം തിരുത്താൻ തീരുമാനിക്കുന്നു. നീക്കോ വില്യംസ് അദ്ദേഹത്തിന് കുക്ക് ചെയ്യുന്നതിനായിരുന്നു, അദ്ദേഹത്തെ മാറ്റുന്നു, ഒരു നാച്ചുറൽ റൈറ്റ് ബാക്കിനെ കൊണ്ടുവരുന്നു, സെമയോടെ കൊണ്ടുവരുന്നു. ഞാൻ വിചാരിച്ചത് ജോവനഫ്സിനെ ആ ഒരു മിഡ്ഫീൽഡിലേക്ക് മാറ്റുന്നതാണ്. കാരണം നെവസും വിറ്റീനിയും ആ രീതിയിലാണ് PSG വേണ്ടിയിട്ട് മിഡ്ഫീൽഡ് പെർഫോം ചെയ്തിട്ടുള്ളത്. അല്ല, പകരം റൈറ്റ് വിങ്ങിൽ ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാതിരുന്ന കോൺഷ്യസ് പിൻവലിക്കുന്നു. എന്നിട്ട് പകരം റുബൻ നെവസിനെ കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ റുബൻ നെവസ് മിഡ്ഫീൽഡിലേക്ക് നീങ്ങുന്നു, ബെർണാർഡോ സിൽവ മിഡ്ഫീൽഡിൽ നിന്നും ആ റൈറ്റ് വിങ്ങിലേക്ക് നീങ്ങുന്നു. ആൾ ആ പൊസിഷനിലൊക്കെ ഒരുപാട് കളിച്ചുള്ളൊരു ചങ്ങയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ബോൾ സേഫായിട്ട് വെക്കാനുള്ള ഒരു എബിലിറ്റിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോൾ ക്യാരിങ് എബിലിറ്റി നമുക്ക് ആ റൈറ്റ് വിങ്ങിൽ കുറച്ച് കാണാൻ സാധിച്ചിരുന്നു. ബെറ്റർ ആയിട്ടുള്ള കുറച്ച് മിനിറ്റ്സുകളാണ് പിന്നീട് നമുക്ക് ബെർണാർഡോ സിൽവയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. മാത്രമല്ല ബ്രൂണോ ഫെർണാണ്ടസും ബെർണാർഡോ സിൽവയും മിഡ്ഫീൽഡ് ഒരുമിച്ച് വർക്കാവില്ല എന്നുള്ള ബോധ്യം ആ ഒരു സാഹചര്യത്തിൽ ബോബി മാർട്ടിൻസിന് വരുന്നു. അങ്ങനെ പിന്നെ മിഡ്ഫീൽഡിൽ കൺട്രോൾ ഏറ്റെടുക്കാനുള്ളൊരു തീരുമാനം എടുത്തത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അപ്പോഴും സ്പെയിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ബോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പോർച്ചുഗലാണെങ്കിൽ ഒന്ന് പ്രാഗ്മാറ്റിക്കായിട്ട് ഒന്ന് മിഡ് ബ്ലോക്കിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നിട്ട് കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയിൽ ത്രട്ടൺ ചെയ്യാന്നുള്ളത്. അതിനിടയിലാണ് ന്യൂനോ മെൻഡസ് ആ ഒരു മൊമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈക്വലൈസർ അടിക്കുന്നത്. ആ ഈക്വലൈസർ അടിച്ചതിന് ശേഷം അവിടെ നിന്ന് 3 മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ സ്പെയിനിന് ലീഡ് തിരിച്ചു പിടിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഫാബിയാൻ റൂയിസിൻ്റെ ആ ഒരു പാസ് ടുവേർഡ്സ് പെഡ്രി വാസ് ബ്രില്യൻറ്റ്. അതിൽ ഡിഫൻസിൽ നിന്ന് കയറി വന്ന് ഫാബിയാൻ റൂയിസിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യാൻ ശ്രമിച്ച പോർച്ചുഗീസ് ആ ഒരു ഡിഫെൻഡിങ് അത്ര നല്ലതായിരുന്നില്ല. പക്ഷേ പെഡ്രി സംബന്ധിച്ചിടത്തോളം അവിടെ പെഡ്രിയുടെ കാര്യമായിട്ടുള്ള പേസിലാണ് നമുക്കറിയുന്നതാണ്. പക്ഷെ എന്നാൽ പോലും എന്താണ്, അദ്ദേഹത്തിൻ്റെ ഗൈലും ആ ഒരു ടെക്നിക്കൽ എബിലിറ്റിയോടെ കാഴ്ചവെച്ചു. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എടുത്തു. പക്ഷേ അതിൻ്റെ ഷോട്ട് അവിടെ ബ്ലോക്ക് ചെയ്യുന്നത് ആരാ? ന്യൂനോ മെൻഡസ്. ന്യൂനോ മെൻഡസ് തീരുമാനിച്ചു അതാണ് ഇത് അടിച്ചിട്ടേ പോകുന്നുള്ളത്. ഇനി മാത്രമല്ല, ചങ്ങായിക്ക് പൂട്ടാൻ ആരും ബാക്കിയില്ല ഈ സീസണിൽ. കാരണം സീസണിലെ കളികൾ കഴിഞ്ഞല്ലോ, ഇനി ക്ലബ് വേൾഡ് കപ്പ് ഉണ്ട്, അത് വേറെ കാര്യം. അതിലിനി ആരൊക്കെ പൂട്ടും എന്നുള്ളതായിരിക്കും അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാരണം വന്നവരെയൊക്കെ പൂട്ടിക്കഴിഞ്ഞ് ചങ്ങായി. അപ്പോൾ അങ്ങനെ ആ മൊമെൻറ്റ് കഴിയുന്നു. ഡെലഫിയോൻ്റെ പെഡ്രിയെ പറഞ്ഞേക്കാൻ എടുത്തിട്ടുള്ള തീരുമാനം അത് ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിറ്റീനിയ ഫസ്റ്റ് ഹാഫിൽ കാര്യമായിട്ട് ഇൻഫ്ലുവൻസിലാകാത്ത ചങ്ങായി പെഡ്രി പോയത് കൂടിയിട്ട് ഫാബിയാൻ റൂയിസ് ഒക്കെ പോയത് കൂടിയിട്ട് മത്സരത്തിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു. ശരിയാണ്, പോർച്ചുഗൽ വീണ്ടും എന്താണ് പ്രാഗ്മാറ്റിക്കായിട്ടൊക്കെ കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലും വിറ്റീനിയുടെ ഇൻഫ്ലുവൻസ് നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പിന്നെ ഈ റഫൽ ലിയാവോ കൊണ്ടുവന്നിട്ടുള്ള ബോബി മാർട്ടിൻസിൻ്റെ തീരുമാനം, ആ ഒരു 75-ാം മിനിറ്റിൽ ബെർണാർഡോ സിൽവ പിൻവലിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു തീരുമാനം ഇനാസിയോ പിൻവലിക്കുന്നു. കുറച്ച് പ്രശ്നമായി തുടങ്ങിയെന്ന് കണ്ടപ്പോൾ ആളെ പിൻവലിച്ചിട്ട് റെനാറ്റോ വേഗയെ കൊണ്ടുവരുന്നു. അത് നല്ലൊരു തീരുമാനമായിരുന്നു. അങ്ങനെ റെനാറ്റോ വേഗ പാസിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു അഗ്രഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ ആ രീതിയിലാണ്. മാത്രമല്ല റാഫലിയാവോ വന്നതോടുകൂടിയിട്ട് ഓൾറെഡി പണ്ടറടങ്ങിയിരിക്കുന്ന സ്പെയിനിൻ്റെ റൈറ്റ് സൈഡ് അതിൻ്റെ പരിപ്പിളക്കാനായിട്ട് ന്യൂനോ മെൻഡസും റാഫലിയാവും ഒരു വിങ്ങിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ അവർ തമ്മിലുള്ള ലിങ്കപ്പും കാര്യങ്ങളും റാഫലിയാവുടെ ഡ്രിബ്ലിംഗ് എബിലിറ്റിയും ഒക്കെ പിന്നീട് നമ്മൾ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഫാൻറ്റാസ്റ്റിക് അഡിഷൻ ആയിരുന്നു. ഫാൻറ്റാസ്റ്റിക് അഡിഷൻ. കഴിഞ്ഞ മത്സരത്തിൽ റാഫലിയാവോ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ തടഞ്ഞു നിർത്തണമെങ്കിൽ ഫൗൾ ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. മീനമാലൊക്കെ വന്നിട്ട് ബാക്കിൽ നിന്നൊക്കെ ടാക്കിളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മിങ്കേസയെ പിൻവലിക്കാൻ പിന്നീട് ഈ ചങ്ങായി 92 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തു. അങ്ങനെയാണ് പോറോ വന്നിട്ടുണ്ടായിരുന്നു. പോറോ കുറച്ചുകൂടി ബെറ്ററായി ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അങ്ങനെ ഈ മത്സരത്തിൽ മറ്റ് 2 ചാൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇസ്കോയുടെ ചാൻസാണ്. ഇസ്കോയുടെ ചാൻസ് വരുന്നത് സുബിമെൻഡിയുടെ ബോൾ ക്യാരിങ് എബിലിറ്റിയിലൂടെയാണ്. ആ ഹാഫിലിൻ്റെ അടുത്ത് അദ്ദേഹം ബോൾ ഇങ്ങനെ ക്യാരി ചെയ്ത് പോകുന്നു, പ്ലേയേഴ്സിന് മറികടന്ന് പോകുന്നതിന് ശേഷം ഇസ്കോ കൊടുക്കുകയാണ്. എഡ്ജ് ഓഫ് ദ ബോക്സിൽ ഇസ്കോ ഒരു ഫാൻറ്റാസ്റ്റിക് ഷോട്ട് അൺലീഷ് ചെയ്യുന്നു. അവിടെ ഗ്രേറ്റ് സേവ് പുൾ ഓഫ് ചെയ്തത് കോസ്റ്റയാണ്, അല്ലെങ്കിൽ അതൊരു ഗ്രേറ്റ് വിന്നിങ് ഗോളായി മാറിയാനെ. അതിനുശേഷം പിന്നീട് ഈ റാഫലിയാവോ ഇടങ്ങറുണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ. റാഫലിയാവോ ന്യൂനോ മെൻഡസുമായിട്ട് ലിങ്ക് ചെയ്തതിന് ശേഷം അങ്ങനെ പറന്നു പോവാണ് ആ ലെഫ്റ്റ് ചാനലിലൂടെ. അവിടെ ലെനോർമാൻ ബോക്സിൻ്റെ പുറത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തെ ഫൗൾ ചെയ്യുന്നു. വേറെ വഴിയില്ല,
അവിടെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഫ്രീ കിക്കാണ് 91ാമത്തെ മിനിറ്റിൽ. അതിന് ഫ്രീ കിക്ക് നല്ലതായിരുന്നു, അത് ഉനായ് സിമോൺ തട്ടി മാറ്റി ആ ഡേഞ്ചറസ് ഏരിയയിലേക്ക്, ആ കോറിഡോർ ഓഫ് അൺസർട്ടനിറ്റിയിലേക്കാണ് ആ ഒരു പെനാൽറ്റി ആ ഫ്രീ കിക്ക് അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസും മത്സരത്തിൽ ഗ്രോ ചെയ്തു ആ ഒരു മിഡ്ഫീൽഡിൽ നിന്ന് ബെർണാർഡോ സിൽവ മാറിയതിന് ശേഷം. പിന്നീട് ക്രിസ്ത്യാനോ റൊണാൾഡോ ചെറിയൊരു ഇഞ്ചുറി സ്കെയറുമായിട്ട് പുറത്തു പോയപ്പോൾ എന്താണ് ഗോൺസാലോ റാമോസ് വരുന്നു. ആ ക്യാപ്റ്റൻ സാമ്പാനി ധരിച്ചത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. ബ്രൂണോ ഫെർണാണ്ടസ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്, ക്രെഡിറ്റ് കൊടുക്കണം. അതെ, ഇതിനു മുമ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോ ടൈറ്റിൽ അടിക്കാതെ പോകുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ പോർച്ചുഗൽ ടൈറ്റിൽ അടിക്കാതെ പോകുന്ന സാഹചര്യത്തിൽ ഒരുപാട് പഴികളും കാര്യങ്ങളൊക്കെ അവിടെ കുറേ പ്ലേയേഴ്സ് കേട്ടിട്ടുണ്ട്. ഇന്ന് ആരെയും പഴി പറയണ്ട, ഒരു കളക്റ്റീവ് എഫേർട്ടായിരുന്നു. അപ്പോൾ അതുതന്നെയാണ് ഈ പോർച്ചുഗീസ് സൈഡിൻ്റെ പ്രത്യേകത. ഒരു യൂണിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, എല്ലാവരും ഒരുമിച്ച് ഒരു കോസിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് പ്രാഗ്മാറ്റിക് ആകേണ്ട സാഹചര്യത്തിൽ പ്രാഗ്മാറ്റിക് ആകുന്നു, ഇടയ്ക്ക് അവരൊന്ന് പതറും എന്നുള്ള സിറ്റുവേഷൻ കാണുമ്പോഴും അവർ പിടിച്ചു നിൽക്കുകയാണ്. മാത്രമല്ല 2 തവണയാണ് അവർ പുറകിൽ പോയതിനു ശേഷം തിരിച്ചു വന്നിട്ടുള്ളത്. അതൊക്കെ മെൻറ്റാലിറ്റി ഷിഫ്റ്റാണ് ഈ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈവൻ ജർമ്മനിക്കെതിരെയും അവർ കംബാക്ക് വിജയമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ കംബാക്കുകൾ നടത്തണമെങ്കിൽ അതിനൊരു ഉറപ്പ് വേണം, അതിനൊരു യൂണിറ്റി വേണം, അതിനൊരു മെൻറ്റാലിറ്റി വേണം. ആ രീതിയിലൊരു മെൻറ്റാലിറ്റി ഷിഫ്റ്റ് നമുക്ക് ഈ പോർച്ചുഗീസ് സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം അവരെ നയിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചുറ്റിലും ഇപ്പോൾ അവർ അണിനിരക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുമ്പ് അധികം കാണാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ മാത്രമല്ല, എന്താണ് ഇവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ പണി വൃത്തിക്ക് ചെയ്തിട്ടാണ് ഗ്രൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെന്താണ്, ബാക്കി തൻ്റെ ടീംമേറ്റ്സിൽ ഒരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. 2016 യൂറോയിലും അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റിയിട്ട് ഫൈനലിൽ മിക്ക സമയത്തും കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ എഡറിൻ്റെ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ പോർച്ചുഗൽ ജയിച്ചിട്ടുണ്ടായിരുന്നു. ടീംമേറ്റ്സ് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുന്ന നമ്മളവിടെ കാണാൻ സാധിച്ചു. പക്ഷേ ഇവിടെ മൊത്തത്തിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു 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 ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ഇതിലൊരു യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. ഡിയോഗോ കോസ്റ്റ സേവ് ചെയ്യാൻ നമ്മൾ കണ്ടു, ന്യൂനോ മെൻഡസിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് നമ്മൾ കണ്ടു, ബാക്കിയുള്ള പ്ലേയേഴ്സും അവരുടേതായിട്ടുള്ള രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ബെഞ്ചിൽ നിന്ന് വന്നിട്ട് റാഫേലിയോ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, വിയാഗോ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഇവിടെ നമുക്കിപ്പോൾ ഒരു ടീമിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് എന്താണ്, വേൾഡ് കപ്പ് അടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവരെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്നുള്ളത് എനിക്കറിയില്ല. അത് ബോബി മാർട്ടിന് സാധിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടന്നപ്പോൾ എക്സ്ട്രാ ടൈമിലുള്ള 1-2 മൊമെൻറ്റ് ഈ റാഫേലിയോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. റാഫേലിയോ ന്യൂനോ മെൻഡസ് ടയർഡാവുന്നേ ഇല്ല. അങ്ങനെ ന്യൂനോ മെൻഡസും റാഫേലിയോയും കൂടി കമ്പൈൻ ചെയ്തിട്ട് അഗെയിൻ ഇത്തവണ ന്യൂനോ മെൻഡസ് ആ ബൈലിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം അദ്ദേഹം ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നു. അതിലേക്ക് റൈറ്റ് ബാക്ക് ആയിട്ടുള്ള സെമയുടെ എത്തിയിട്ടുണ്ടായിരുന്നു. സെമയുടെ ഒരു അറ്റംപ്റ്റ് അത് പുറത്തേക്ക് പോയി. അപ്പോൾ അതാ പറഞ്ഞത്, അങ്ങനെയുള്ള മൊമെൻറ്റിൽ അത് ഗോളാക്കാൻ എളുപ്പമല്ല. അവിടെ സാധാരണ ഉണ്ടാവാറുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ആളുണ്ടെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഡിസ്കഷൻ വെക്കാൻ പറ്റും. അപ്പോൾ അതായാലും അങ്ങനത്തെ മൊമെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പെനാൽറ്റി അപ്പീൽ അഗെയിൻ ന്യൂനോ മെൻഡസിൻ്റെ ഡ്രൈവിംഗ് റൺ നമ്മൾ കാണുകയാണ്. പിടിച്ചാൽ കിട്ടണ്ടേ ചങ്ങായിനെ. അങ്ങനെ അലക്സ് ബയാന കാല് വെക്കുന്നു, അതിൽ ന്യൂനോ മെൻഡസ് വീഴുന്നു, പെനാൽറ്റി ചെക്ക് സംഭവിക്കുന്നു, റെഫറി പെനാൽറ്റി ഒന്നും കൊടുക്കുന്നില്ല. അത് വളരെ സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കോൺടാക്റ്റാണ്. അതൊരു പെനാൽറ്റി കൊടുക്കുന്ന സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഒബ്വിയസ്ലി അതിന് ഉന്തും തള്ളും സംഭവിക്കുന്നു. അലക്സ് ബയാന മെൻഡസിന് ഉന്തുന്നു, ബാക്കിയുള്ളവർ ഇൻവോൾവ് ആകുന്നു, ഗോൺസാലോ റാമോസ് ഇൻവോൾവ് ആകുന്നു. അവിടെ ക്യാപ്റ്റൻ്റെ പണി ബ്രൂണോ ഫെർണാണ്ടസ് എടുക്കുന്നു. സുബിമെൻഡി ആണെങ്കിലും ലെനോർമാൻ്റെ ആണെങ്കിലും എന്താണ് അത് പിടിച്ചു മാറ്റാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള മൊമെൻ്റ് ഉണ്ടായിരുന്നു. ആ ഫൈസ്റ്റി നേച്ചർ മത്സരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പോർച്ചുഗലാണ് കോൺഫിഡൻസ് ഗ്രോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ റിതം കംപ്ലീറ്റ് തല്ലിക്കെടുത്താൻ ഡെലഫൈൻ്റെ സബ്ബുകൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയാണ് മത്സരം പെനാൽറ്റി ഷൂട്ടറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പെനാൽറ്റി ഷൂട്ടർ ആയപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ധാരണയായിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ഫ്രാൻസിനെതിരെ പെനാൽറ്റി ഷൂട്ടറിൽ പോർച്ചുഗൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഡിയോഗോ കോസ്റ്റ പിന്നെ ഈ പെനാൽറ്റി ഷൂട്ടറിൽ വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലൊരു കീപ്പറാണ്. പിന്നെ മൊറാട്ടയെ കൂടി കണ്ടപ്പോൾ സെറ്റായി. ഒയർസവാലിനെ നിർത്തിയാൽ മതിയായിരുന്നു. ഒയർസവാൽ ആ ജാതി കോൺഫിഡൻസിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അപ്പോൾ ബ്രൂണോ മെൻഡസിൻ്റെ സ്റ്റാറ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. 7 ഡ്യൂലുകൾ വിൻ ചെയ്യുന്നു, 5 ടച്ചസ് ഇൻ ഒപ്പോസിഷൻ ബോക്സ്, 4 സക്സസ്ഫുൾ ടേക്ക് ഓണുകൾ, 3 ക്ലിയറൻസുകൾ, 3 ടാക്കിളുകൾ, 3 തവണ പൊസിഷൻ വിൻ ബാക്ക് ചെയ്തിട്ടുണ്ട്, 2 ഇൻ്റർസെപ്ഷൻസ്, ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഗോള്. ഒറ്റത്തവണ പോലും അദ്ദേഹത്തെ ട്രിബിൾ ചെയ്ത് ആർക്കും പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ലോകത്തിലെ ബെസ്റ്റ് ലെഫ്റ്റ് ബാക്കിനെയാണ്. പക്ഷേ ബോബി മാർട്ടിനസ് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം കേട്ടോ എൻ്റെ മനസ്സിൽ. നിങ്ങൾക്കിപ്പോൾ കുറച്ചൊക്കെ വിശ്വാസം ഞങ്ങൾ വന്നിട്ടുണ്ടാകും. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ യൂറോ ഒരു റെഡ് ഫ്ലാഗാണ്. വേൾഡ് കപ്പ് വരുമ്പോൾ എന്താകും എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ആ യൂറോയിൽ നിന്ന്
മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ബോബി മാർട്ടിനസ് അവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ ആ ഒരു ലീഡറിൻ്റെ ചുറ്റിലും, അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ലീഡറിൻ്റെ ചുറ്റിലും പ്ലെയേഴ്സ് അണിനിരക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മുമ്പ് ഒരു സ്ഥലത്ത് കണ്ടിരുന്നു അല്ലേ? അതേപോലെ ഇവർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? കണ്ടറിയാം അല്ലേ? അദ്ദേഹത്തിൻ്റെ മിനിറ്റ്സുകൾ അഗെയിൻ ഞാൻ പറയുകയാണ്, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത വേൾഡ് കപ്പിലും ഈ പോർച്ചുഗീസ് സൈഡിനെ, ഈ ടാലൻറ്റഡ് ആയിട്ടുള്ള പോർച്ചുഗീസ് സൈഡിനെ, എ ടീമും ബി ടീമും സി ടീമും ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഈ ഒരു പോർച്ചുഗീസ് സൈഡിനെ ആ കിരീടം വേണമെങ്കിൽ സ്വന്തമാക്കാൻ സാധിക്കും. പക്ഷേ വേൾഡ് കപ്പ് അടിക്കൽ എളുപ്പമുള്ള സംഭവമല്ല. അവിടെ ടീമുകൾ ആ കോമ്പറ്റീഷൻ എടുക്കുന്ന രീതി വേറെയാണ്. ഈ നാഷൻസ് ലീഗിനെ കാണുന്ന പോലെയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ടൂർണമെൻറ്റിനെ കാണുന്ന പോലെ ആയിരിക്കില്ല വേൾഡ് കപ്പിനെ കാണുക. അതിലെ കോമ്പറ്റീഷൻ എവിടെ നിന്നാണ് അടി കിട്ടുക നമുക്ക് ഒരു പിടുത്തം കിട്ടില്ല. പോർച്ചുഗലിന് കഴിഞ്ഞ പ്രാവശ്യം അടി കിട്ടിയത് മൊറോക്കോക്കെതിരെയാണ്. ആരെങ്കിലും പ്രതീക്ഷിച്ച? അപ്പോൾ ആ രീതിയിൽ പ്രതീക്ഷിക്കാത്തിടങ്ങളിൽ നിന്നായിരിക്കും ചിലപ്പോൾ അടി കിട്ടുക. അപ്പോൾ അതിനൊക്കെ തരണം ചെയ്യാൻ ബോബി മാർട്ടിൻസിൻ്റെ ഈ ടീമിന് സാധിക്കുമെന്നുള്ളത് കണ്ടറിയാം. കുറച്ചുകൂടെ ഡിഫൻസീവുള്ള ടീമുകൾക്കെതിരെ എങ്ങനെയായിരിക്കും ബോബി മാർട്ടിൻസിൻ്റെ ടീം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കാണാൻ വലിയ ആകാംക്ഷയുള്ള ഒരു സംഭവമാണ്. കാരണം വെച്ചാൽ അവർ ആ രീതിയിൽ ഇടങ്ങറാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ മത്സരത്തിന് ഒരുപാട് ചാൻസ് ഒന്നും അവർ ക്രിയേറ്റ് ചെയ്തില്ല. ശരിയാണ്, റാഫേലിയാഗോ വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അത്ര ബിഗ് ചാൻസുകൾ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു ഈവൻലി മാച്ച്ഡ് കോൺടെസ്റ്റ് ആയിരുന്നു. എന്തായാലും ആൾ നാഷൻസ് ലീഗ് ആദ്യത്തെ കിരീടം സ്വന്തമാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മുഖത്തുണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അത് വലിയ ചർച്ചയായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ രണ്ടാം തവണ അദ്ദേഹം അടിച്ചപ്പോൾ, ഇന്നലെ അദ്ദേഹം അടിച്ചപ്പോൾ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു വളരെ മെച്ചുവേർഡായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത് അഗെയിൻ ആളുടെ ആ ഒരു ഹങ്കർ, അതിനെക്കുറിച്ചൊക്കെ എന്താ പറയുക എന്നുള്ളതാണ്. ഒരു രക്ഷയില്ല. ആളുടെ കരിയർ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു സെലിബ്രേഷനാണ്. അണ്ണനെ പോലെ അണ്ണൻ മാത്രമേ ഉള്ളൂ. മത്സരത്തെ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.